സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ? എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ? പ്ലേസ് ഓഫ് സപ്ലൈ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേസ് ഓഫ് സപ്ലൈയും അതുപോലെ തന്നെ സപ്ലയറും രണ്ടും നമ്മുടെ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്ലേസും അതുപോലെ തന്നെ സപ്ലയറും സെയിം സ്റ്റേറ്റിലാണെങ്കിൽ അതാണ് നമ്മുടെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണത്? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈയും അതുപോലെ തന്നെ സപ്ലയറും സെയിം സ്റ്റേറ്റിലാണെങ്കിലാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആവുന്നില്ല? നമ്മൾ കേട്ടിട്ടുണ്ട് സെസ് യൂണിറ്റ്, സ്പെഷ്യൽ എക്കണോമിക് സോണാണ് സെസ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സെസ് യൂണിറ്റിലേക്കുള്ള സപ്ലൈ ഒന്നും ഈ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയിൽ വരില്ല. അതുപോലെ എന്ത് വരില്ല? ഇമ്പോർട്ട് വരില്ല. പിന്നെന്താണ്? ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒന്നും നമ്മുടെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയിൽ വരുന്നതല്ല. അതാണ് നമ്മുടെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയുടെ മീനിങ്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താ നോക്കാം. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഈസ് വെൻ ദ പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ഇൻ ദ സെയിം സ്റ്റേറ്റ് ആസ് ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ. നമ്മുടെ സപ്ലയറും അതുപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈയും സെയിം സ്റ്റേറ്റിലാണെങ്കിൽ അതാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്നത്. അത് എന്തൊക്കെ ഇൻക്ലൂഡ് ആവില്ല? സെസ് യൂണിറ്റിലേക്കുള്ള സപ്ലൈ അത് ഇൻക്ലൂഡ് ആവില്ല. അതുപോലെ എന്ത് ഇൻക്ലൂഡ് ആവില്ല? നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒന്നും അതിൽ ഇൻക്ലൂഡ് ആവുകയില്ല. ഇതാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഗുഡ്സ് വിച്ച് സ്റ്റാൻഡ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് GST? GST ഇൻക്ലൂഡ് ചെയ്യാത്ത ഗുഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഏതൊക്കെ ഗുഡ്സ് ആണ്? 3 ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. ഹ്യൂമൻ കൺസപ്ഷനിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോളിക് ലിക്കർ എന്താണ്? അത് GSTയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. രണ്ടാമത്തെ സ്പെസിഫിക് പെട്രോളിയം പ്രൊഡക്റ്റ്. സ്പെസിഫിക് പെട്രോളിയം പ്രൊഡക്റ്റ്, നമുക്ക് ആ പെട്രോളിയം ആ സംഭവങ്ങൾ സ്പെസിഫൈ ചെയ്യുക. ഏതൊക്കെയാണ്? പെട്രോളിയം, ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ നമ്മുടെ ഹൈ സ്പീഡ് ഡീസൽ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ GSTയുടെ സ്കോപ്പിൽ വരുന്നതല്ല. ലാസ്റ്റ് വൺ ആണ് ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ്. ടൊബാക്കോ പ്രൊഡക്ട്സും GSTയുടെ സ്കോപ്പിൽ വരുന്നതല്ല. അപ്പോൾ ഈ 3 ഗുഡ്സ് ആണ് ഗുഡ്സ് വിച്ച് സ്റ്റാൻഡ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് GST എന്നത്. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഹൂ ഓൾ ആർ ദ മെമ്പേഴ്സ് ഓഫ് GST കൗൺസിൽ? GST കൗൺസിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആരൊക്കെ വരും? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആസ് എ ചെയർപേഴ്സൺ ഓഫ് ദ കൗൺസിൽ. നമ്മുടെ കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓഫ് ഫിനാൻസ് ആസ് എ മെമ്പർ ഓഫ് ദ കൗൺസിൽ. ഇനി ആരൊക്കെ ആയിരിക്കും ഇതിൻ്റെ മെമ്പേഴ്സ് നോക്കാം. ഒന്നാമത്തെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, സ്റ്റേറ്റിലെ യൂണിയൻ മിനിസ്റ്റർ. അത് എന്തിനായിരിക്കണം? മിനിസ്റ്ററിൻ്റെ ചാർജ് അല്ലെങ്കിൽ മിനിസ്റ്റർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കണം? റവന്യൂ ഓർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മിനിസ്റ്റർ ആയിരിക്കും മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ. പിന്നെ മെമ്പേഴ്സിൻ്റെ ആരൊക്കെയാണ്? മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓർ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ, ഒന്നുമില്ലെങ്കിൽ ഫിനാൻസിലായിരിക്കാം അല്ലെങ്കിൽ ടാക്സിലായിരിക്കാം, അല്ലെങ്കിൽ എനി അതർ മിനിസ്റ്റർ വിച്ച് ഇസ് നോമിനേറ്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇവരായിരിക്കും നമ്മുടെ കൗൺസിലെ മെമ്പേഴ്സ് ആയിരിക്കും. 3 പോയിന്റ് ഉള്ളത്. ഫസ്റ്റ് വൺ ചെയർപേഴ്സൺ ആണ്, കൗൺസിൽ ചെയർപേഴ്സൺ. പിന്നെ ബാക്കിയെല്ലാം പറയുന്നത് മെമ്പേഴ്സിനെ പറ്റിയാണ്. ചെയർപേഴ്സൺ ആയിരിക്കും യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും ചെയർപേഴ്സൺ. രണ്ടാമത്തെ മെമ്പേഴ്സ് ആയിരിക്കും യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും? റവന്യൂ അല്ലെങ്കിൽ ഫിനാൻസ്. സെയിം കാര്യം തന്നെ പറഞ്ഞിട്ടുള്ളത്, മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ. അല്ലെങ്കിൽ എന്താണ്? വേറെ ഏത് മിനിസ്റ്ററിന് വേണി ആവാം, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേണമെന്നില്ല. പക്ഷേ അത് ആര് നോമിനേറ്റ് ചെയ്യണം? ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ് നോമിനേറ്റ് മാത്രമേ അവർക്ക് മെമ്പർ ആവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് GST? GSTയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? വേണമെങ്കിൽ 50 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതുപോലെ തന്നെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. കാരണം അത്രമാത്രം പോയിന്റ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് പോയിന്റ്, നമ്മളിപ്പോൾ ഈ ഒരു ആൻസർ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് എന്താ GST ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള അഡ്വാൻറ്റേജസ് മെൻഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണ്? എലിമിനേറ്റിംഗ് ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ്. നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രിവെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രീവിയസ് ടാക്സിൽ എന്തുണ്ട്? ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ് ഉണ്ട്. ഈ ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കാസ്കേഡിംഗ് എഫക്റ്റ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എലിമിനേറ്റഡ് ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ് ഉണ്ടാകുമ്പോൾ എന്താണ് GSTയുടെ ഗുണം? ഇതിൽ റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. നമുക്ക് ഗുഡ്സിൻ്റെ പ്രൈസ് കുറയ്ക്കാൻ സാധിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. അതാണ് എലിമിനേറ്റിംഗ് ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ് അല്ലെങ്കിൽ കാസ്കേഡിംഗ് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്തെന്ന് പറയാം. രണ്ടാമത്താണ് പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. നമ്മുടെ പണ്ടത്തെ ഒരു രീതിയിലാണെങ്കിൽ, പണ്ടത്തെ ടാക്സ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പ്രൊഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ GSTയിൽ എന്തുണ്ട്? HSN കോഡ്, ഹാർമോണൈസ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ആ സിസ്റ്റം വെച്ചിട്ട് ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റേതായ 8 ഡിജിറ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിവിടെ ലാസ്റ്റ് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, HSN കോഡ് വിച്ച് ഈസ് ആൻ 8 ഡിജിറ്റ് കോഡ് ഐഡൻറ്റിഫൈ പ്രൊഡക്ട്സ് അക്കോർഡിംഗ് ടു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച്
നമുക്ക് എന്ത് ചെയ്യും, ഓരോ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്നത് GST വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്, പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്നത്. നെക്സ്റ്റ് ആണ് വൺ ടാക്സ് എന്നത്. നമുക്കറിയാം GST വരണമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കുറേ ടാക്സ്, സെൻട്രൽ ടാക്സും ആ ടാക്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ടാക്സുകൾ ഉണ്ടായി. പക്ഷേ GST എന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്തോ സംഭവിച്ചു, യൂണിഫോം ടാക്സ്, ആകെ ഒരു സ്റ്റേറ്റ് ലെവൽ ടാക്സ്, സെൻട്രൽ ലെവൽ ടാക്സ് അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് കുറേ ടാക്സുകൾ മാറ്റി ഒരു വൺ സിംഗിൾ ടാക്സിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി സഹായിച്ചു. അതാണ് വൺ ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഡിഗ്രീസ് ഇൻ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ടാക്സ് ആൻഡ് ടാക്സ് എഫക്ട് ഡിലിറ്റ് ചെയ്തു അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതേ കാര്യം തന്നെയാണ് ഡിഗ്രീസ് ഇൻ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. ഇങ്ങനെ ടാക്സ് ഓൺ ടാക്സ് എഫക്ട് ഇല്ലാണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ്, നമുക്കിവിടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയായി. കാരണം ഓരോ സ്റ്റേജിലും ഇപ്പോൾ എന്ത് ചെയ്യേണ്ട, ഇങ്ങനെ ടാക്സ് അടഞ്ഞ് ലാസ്റ്റ് അടയ്ക്കണ ആരാ, കൺസ്യൂമറാണ് ഓരോ സ്റ്റേജിലും ടാക്സ്. അപ്പോൾ അത് ഒഴിവാക്കി എന്ത് സംഭവിക്കും, ഇവിടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിഗ്രീസ് ആവാണ്. അപ്പോൾ ഈ ഒരു GST എന്നോടെ പ്രൈസിൻ്റെ പ്രൊഡക്റ്റ് ഡിഗ്രീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. അടുത്താണ് ഈസി കംപ്ലയിൻസ്. വെച്ചാൽ എന്താണ്, നമുക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും GSTയിൽ ചെയ്യാൻ സാധിക്കും. ലൈക്ക് നമുക്ക് വേണമെങ്കിൽ രജിസ്ട്രേഷൻ എല്ലാം ഒറ്റൊരു പോർട്ടലിൽ ചെയ്യാൻ പറ്റും. രജിസ്ട്രേഷൻ, റിട്ടേൺ ആയിക്കോട്ടെ, പേയ്മെൻറ്റ്, അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് GST പോർട്ടലിൽ നമുക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഇതാണ് നെക്സ്റ്റ് പോയിന്റ്. അടുത്ത റെഡ്യൂസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് അൺനെസസറി വേസ്റ്റേജ്. നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻ കോസ്റ്റും അതുപോലെ തന്നെ അൺനെസസറി വേസ്റ്റേജൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഇവിടെ എല്ലാത്തിനും വേണ്ടിയുള്ളതൊക്കെ സിംഗിൾ രജിസ്ട്രേഷൻ മാത്രമാണ്. നമുക്ക് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കും. അനാവശ്യമായിട്ടുള്ള വേസ്റ്റേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് നെക്സ്റ്റ് പോയിന്റ്. അടുത്തത് എലിമിനേറ്റ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സേഷൻ. നമുക്ക് എന്താ, ഒരു ചെയിൻ ഓഫ് ട്രാൻസാക്ഷനിൽ നമ്പർ ഓഫ് ടാക്സേഷൻ അതും ഒഴിവാക്കിയിട്ട്, അപ്പോൾ അങ്ങനെ ഒഴിവാക്കുമ്പോൾ അവിടെ എന്താ കൊടുക്കണം, അവിടെ പേപ്പർ വർക്ക്സ് റെഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള മെസ്സപ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സേഷൻ, കുറേ ടാക്സ് വരുന്നൊക്കെ അവിടെ എലിമിനേറ്റ് ആയി പോവുകയാണ്. അതാണ് നെക്സ്റ്റ് പോയിന്റ്. വൺ പോയിന്റ് സിംഗിൾ ടാക്സ് ആണ്. ഈ ഒരു പോയിന്റ് പറഞ്ഞു വെച്ചാൽ ബിസിനസ്സുകാർക്ക് ഇനി ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് കൂടുതലായിട്ട് ഇനി ബിസിനസ് ചെയിനിലേക്ക് ഫോക്കസ് ചെയ്യാം. കാരണം ടാക്സേഷൻ വളരെ സിമ്പിളായിട്ടാണ് GST ചെയ്തിട്ടുള്ളത്. അതാണ് വൺ പോയിന്റ് സിംഗിൾ ടാക്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് റെഡ്യൂസ് ആവറേജ് ടാക്സ് ബേർഡൻ. ഓരോ വ്യക്തിയുടെ മേലുള്ള ഒരു ടാക്സ് ബേർഡൻ അത് വളരെയധികം കുറയ്ക്കാൻ വേണ്ടി GSTക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് റെഡ്യൂസ് ദ കറപ്ഷൻസ്. അവിടെ നമ്പർ ഓഫ് ടാക്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ വെച്ചാൽ നമുക്ക് അവിടെ കറപ്ഷൻസ് അല്ലെങ്കിൽ മിസ്റ്റേക്സും കറപ്ഷൻസും എല്ലാം നമുക്കവിടെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഇസ് യൂണിഫോമിറ്റി ഓഫ് ടാക്സ് റേറ്റ്. എല്ലാ പ്രൊഡക്റ്റിനും അതിൻ്റേതായ യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യും അക്രോസ് ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും ഒരേ സാധനങ്ങൾക്ക് ഒരേ വില നമുക്ക് ഈടാക്കാൻ സാധിക്കും. അതാണ് യൂണിഫോമിറ്റി ഓഫ് ടാക്സ് റേറ്റ്. അല്ലാണ്ട് പല സ്ഥലങ്ങളിൽ പല റേറ്റ് ആയിരിക്കില്ല. അതാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ മേജർ അഡ്വാൻറ്റേജ് ഓഫ് GST അഡ്വാൻറ്റേജ് ഡിസ്കസ് ചെയ്തത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് റവന്യൂ ന്യൂട്രൽ റേറ്റ്. എന്താണ് RNR? നമുക്ക് ആ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യനുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വാട്ട് ഈസ് റവന്യൂ ന്യൂട്രൽ റേറ്റ് ആൻഡ് വാട്ട് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് RNR ഇൻ GST. നമുക്കപ്പോൾ അതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. GST is a single tax which replaces most indirect tax levied by various state government and central government. അപ്പോൾ GST എന്നത് ഒരു സിംഗിൾ ടാക്സ് ആണ്. അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്ത്യയിൽ പണ്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും വച്ചിരുന്ന കുറേ ഇൻഡയറക്ട് ടാക്സിനൊക്കെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു GST വന്നത്. As GST replaces excise tax, countervailing duty, various surcharges like certain taxes are not under the ambit of this GST. അപ്പോൾ എന്താണ്, ഈ GST വന്നതോടെ കുറേ ടാക്സിലൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു, അത്രേ ഉള്ളൂ. When a single tax is replacing multiple tax, the question arises as to whether it reduces the gross revenue of the government and are the government becoming poorer. അപ്പോൾ എന്താണ്, നമ്മൾ ഇങ്ങനെ കുറേ മൾട്ടിപ്പിൾ ടാക്സ് ഒക്കെ എടുത്തു കളഞ്ഞ് നമ്മൾ സിംഗിൾ ടാക്സിലേക്ക് വരുമ്പോൾ അറിയാൻ ഇത്ര മാത്രമേ എന്താണ്, നമ്മുടെ ഗവൺമെൻറ് ഗ്രോസ് റവന്യൂ കുറയുമോ, നമ്മുടെ ഗവൺമെൻറ് വളരെ പുവർ ആവുമോ എന്നാണ് ഡൗട്ട്. The answer to all the above question is that the government fixes the GST rate in such a way that important ആണ് എന്താണ്, such a way that the gross revenue of the government even after it leaves GST remain the same. GST റേറ്റ് നമ്മൾ ഈ ഗവൺമെൻറ് GST റേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നോക്കിയിട്ടുള്ള എന്താണ്, നമ്മുടെ ഗവൺമെൻറ് ഗ്രോസ് റവന്യൂവിൽ ഒരു മാറ്റവും വരാണ്ട് റിമെയിൻസ് ദ സെയിം. അങ്ങനെ രീതിയിലാണ് ഇവരുടെ റേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. The GST rate fixed by the government with an aim of keeping the gross revenue of the government same is called revenue neutral rate. ഇതാണ് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, അപ്പോൾ
നമ്മുടെ GST ടാക്സ് ഫിക്സ് ചെയ്ത റേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ അവരുടെ മൈൻഡിൽ എന്തുണ്ട്, അവരുടെ ഗ്രോസ് റവന്യൂ ഓഫ് ദിസ് ഗവൺമെൻറ് ഷുഡ് ബി ദ സെയിം. നേരത്തെ GST വരുന്ന മുമ്പുള്ള ആ ഒരു റവന്യൂ GST വന്നിട്ടുള്ള റവന്യൂ സെയിം തന്നെ ആയിരിക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്നത്. അതാണ് ഫുൾ ഫോം ഓഫ് RNR എന്നത്. It can be termed as a rate that allow the center and state to sustain the current revenue from tax collection. അപ്പോൾ ഈ ഒരു റേറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അവർ വാങ്ങിക്കുന്ന ആ ഒരു കറണ്ട് റവന്യൂ, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന കറണ്ട് റവന്യൂ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. റവന്യൂ ന്യൂട്രൽ റേറ്റ് അലോ ദ റവന്യൂ ടു റിമെയിൻ അൺചേഞ്ച് അല്ലെങ്കിൽ ന്യൂട്രൽ. എന്ത് ചെയ്യാൻ പറ്റും, ഈ റവന്യൂ ന്യൂട്രൽ റേറ്റിലൂടെ നമുക്ക് റവന്യൂ നമുക്ക് അൺചേഞ്ച് അല്ലെങ്കിൽ സെയിം ആയിട്ട് ന്യൂട്രൽ ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഒരു ഡെഫിനിഷൻ പോലെ 2 മാർക്ക് ക്വസ്റ്റിന് വാട്ട് ഈസ് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് മാത്രം നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും. റവന്യൂ ന്യൂട്രൽ റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ടാക്സിംഗ് പ്രൊസീജിയർ ദറ്റ് അലോ ദ ഗവൺമെൻറ് ടു സ്റ്റിൽ റിസീവ് ദ സെയിം എമൗണ്ട് ഓഫ് മണി ഡിസ്പൈറ്റ് ചേഞ്ചിങ് ഇൻ ടാക്സ് ലോ. ടാക്സ് ലോയിൽ ഒരു ചേഞ്ച് സംഭവിപ്പിക്കാണ്ടേ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താണ്ടേ നമുക്ക് ആ ഒരു സെയിം എമൗണ്ട് നേരത്തെ എത്ര റവന്യൂ കിട്ടിയോ അതേ റവന്യൂ ഇപ്പോഴും കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു ടാക്സിംഗ് പ്രൊസീജിയറാണ് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ ഗവൺമെൻറ് മേ ലോവർ ടാക്സ് ഫോർ വൺ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ചിലപ്പോൾ ഇതിനു വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ടാക്സ് കുറയ്ക്കുകയും ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് റേസ് ടാക്സ് ഫോർ അനദർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ആ സെയിം ടൈം തന്നെ ഇവരെന്ത് ചെയ്യും, വേറെ ഗ്രൂപ്പ് പീപ്പിളിന് വേണ്ടി ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇതാണ് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് GSTN? എന്താ GSTN? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്നാണ് GSTN ഫുൾ ഫോം. The Goods and Service Tax Network or GSTN is a non-profit, non-government organization. അപ്പോൾ എന്നാൽ അതൊരു non-profit, non-government organization ആണ് വിച്ച് മാനേജ് ദ എൻ്റയർ IT സിസ്റ്റം ഓഫ് GST പോർട്ടൽ. GST പോർട്ടലിൻ്റെ IT സിസ്റ്റത്തിനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ഒരു non-profit, non-government organization ആണ് GSTN എന്നത്. വിച്ച് ഈസ് ദ മദർ ഡാറ്റാബേസ് ഫോർ എവറിത്തിങ് GST. അപ്പോൾ GST എല്ലാത്തിൻ്റെ മദർ ഡാറ്റാബേസ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് GSTN? GSTNൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് ട്രസ്റ്റഡ് നാഷണൽ ഇൻഫോർമേഷൻ യൂട്ടിലിറ്റി. അപ്പോൾ GST എന്ന് പറയുമ്പോൾ എന്താണ്, അത് ട്രസ്റ്റഡ് നാഷണൽ ഇൻഫോർമേഷൻ യൂട്ടിലിറ്റി ആണ്. രണ്ടാമത്തെ, ഇറ്റ് ഹാൻഡിൽസ് കോംപ്ലക്സ് ട്രാൻസാക്ഷൻ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ട്രാൻസാക്ഷൻസ് വരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി GSTN സാധിക്കും. ഓൾ ഇൻഫോർമേഷൻസ് വിൽ ബി സെക്യൂർഡ്. നമ്മുടെ GSTN കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ GST പോർട്ടലിൽ വരുന്ന എല്ലാ ഇൻഫോർമേഷൻസ് സെക്യൂർഡ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ GSTN സാധിക്കുന്നു. ലാസ്റ്റ് വൺ, എക്സ്പെൻസ് വിൽ ബി ഷെയർഡ്. നമ്മുടെ ഈ എക്സ്പെൻസ് എന്നത് എല്ലാ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ എല്ലാ യൂസേഴ്സ് എന്താണ് കൃത്യമായിട്ട് 50-50 റേഷ്യോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ എക്സ്പെൻസസും ഷെയർഡ് ആവുന്നു. ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് GSTN. ഇതൊക്കെ പറഞ്ഞാൽ ഒന്നാമത്തെ GST എന്നത് ഒരു ട്രസ്റ്റഡ് നാഷണൽ ഇൻഫോർമേഷൻ യൂട്ടിലിറ്റി ആണ്. അതെല്ലാ കോംപ്ലക്സ് ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നു. അതിലുള്ള നമ്മുടെ GST പോർട്ടലിലെ എല്ലാ ഇൻഫോർമേഷൻസും സെക്യൂർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട GSTN ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് എക്സ്പെൻസ് വിൽ ബി ഷെയർഡ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് GSTIN? നേരത്തെ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്കാണ് GSTN. ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന GSTIN ആണ്, ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അതാണ് GSTIN എന്നത്. അപ്പോൾ എന്താണ് GSTIN? ഇറ്റ് ഈസ് എ യൂണിക് നമ്പർ ഈച്ച് ടാക്സ് പെയർ വിൽ റിസീവ് വൺസ് ദേ ഹാവ് രജിസ്റ്റേർഡ് ഓൺ ദ കോമൺ പോർട്ടൽ. നമ്മൾ കോമൺ GST പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടാക്സ് പെയറിനും കിട്ടുന്ന യൂണിക് ആയിട്ടുള്ള ഒരു നമ്പറാണ് GSTIN എന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടാക്സ് പെയേഴ്സ് പാൻ. ടാക്സ് പെയറിൻ്റെ പാൻ അനുസരിച്ചാണ് ഓരോ യൂണിക് നമ്പറും, ഓരോ ടാക്സ് പെയറും അവരുടെ സ്വന്തമായിട്ടുള്ള യൂണിക് നമ്പർ ഉണ്ട്. ആ നമ്പർ സെറ്റ് ചെയ്യുന്നത് GSTIN സെറ്റ് ചെയ്യുന്നത് പാൻ്റെ അനുസരിച്ചാണ്. ഇതാണ് 8th ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഹാർമോണൈസ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ? അല്ലെങ്കിൽ എന്താണ് HSN കോഡ്? HSN കോഡിൻ്റെ ഫുൾ ഫോം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർമോണൈസ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ഇതൊരു മൾട്ടി പർപ്പസ് ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് നോമൻക്ലേച്ചർ ആണ്. ഇതൊരു മൾട്ടി പർപ്പസ് ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് നോമൻക്ലേച്ചർ ഡെവലപ്പ് ചെയ്തത് വേൾഡ് കസ്റ്റം ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ എന്താണ് HSN കോഡ് നോക്കാം. ഒരു 5000 പ്രൊഡക്റ്റ് ഗ്രൂപ്പ്സ് എങ്കിലും HSN കോഡിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോരുത്തർക്കും ഓരോ 6 ഡിജിറ്റ് കോഡ് വെച്ച് സെറ്റ് ചെയ്തേക്കാണ്. അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലീഗലിയും അതുപോലെ ലോജിക്കൽ സ്ട്രക്ചർ വച്ചിട്ടാണ്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ എ വെൽ ഡിഫൈൻഡ് റൂൾസ് ഈ അച്ചീവ് യൂണിഫോം ക്ലാസിഫിക്കേഷൻ. ഓരോ വെൽ ഡിഫൈൻഡ് റൂൾസ് വെച്ചാണ് അതിനെ യൂണിഫോമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതാണ് HSN കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. 6 ഡിജിറ്റ് കോഡായിരിക്കും. 10th ക്വസ്റ്റ്യൻ ആണ്, സർവീസ് അക്കൗണ്ടിംഗ് കോഡ് SAC ഇൻ GST, SAC ഇൻ GST. നമ്മൾ നേരത്തെ പറഞ്ഞ HSN കോഡ് എന്നത് ഗുഡ്സിനാണെങ്കിൽ ഇത് സർവീസിനുള്ളതാണ്.
ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ് എ സർവീസ് അക്കൗണ്ടിംഗ് കോഡ് ഫോർ ഓൾ ഇറ്റ് സർവീസസ്. ഇന്ത്യയിലുള്ള എല്ലാ സർവീസുകൾക്കും വേണ്ടി ഉള്ള ഒരു കോഡാണ് സർവീസ് അക്കൗണ്ടിംഗ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് ഗുഡ്സ് സർവീസ് ആർ ഓൾസോ ക്ലാസിഫൈഡ് യൂണിഫോംലി ഫോർ റെക്കഗ്നൈസേഷൻ. ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ സർവീസുകൾ യൂണിഫോം ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ മെഷർമെൻറ്റ് ആൻഡ് ടാക്സേഷൻ, നമുക്കത് മനസ്സിലാവാനും മെഷർ ചെയ്യാനും ടാക്സേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിട്ട് സർവീസുകളും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോഡ് ഫോർ സർവീസ് അക്കൗണ്ട് സർവീസ് അക്കൗണ്ടിംഗ് കോഡ് ഓർ SAC ആണ്. അങ്ങനെ സർവീസുകൾക്ക് വേണ്ടിയുള്ള കോഡിനെ വിളിക്കുന്ന പേരാണ് സർവീസ് അക്കൗണ്ടിംഗ് കോഡ് അല്ലെങ്കിൽ SAC എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. സർവീസ് അക്കൗണ്ടിംഗ് കോഡിൽ ഫസ്റ്റ് ഉള്ള 2 ഡിജിറ്റ് ആയിരിക്കും. ആ 2 ഡിജിറ്റ് എല്ലാ സർവീസുകൾക്കും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് 99. അത് എല്ലാ സർവീസുകൾക്കും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന നമ്പർ ഇപ്പോൾ ഇതാണ് 998213. ഈ ഒരു ബേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 99 എന്ന് പറയുന്നത് എല്ലാ സർവീസുകൾക്കും സെയിം ആയിരിക്കും. നെക്സ്റ്റ് 2 ഡിജിറ്റ് അതാണ് 82 എന്നത്. ഇതെന്താ നോക്കാം. വിച്ച് റെപ്രസെൻറ്റ് ദ മേജർ നേച്ചർ ഓഫ് സർവീസ്. ആ സർവീസ് എങ്ങനത്തെ നേച്ചറാണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ സർവീസ് ലീഗൽ സർവീസാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 82 എന്നത് എന്താണ്, ലീഗൽ സർവീസ് എന്നാണ് എൻ്റെ അർത്ഥം. നെക്സ്റ്റ് 2 ഡിജിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ഡീറ്റെയിൽ നേച്ചർ ഓഫ് സർവീസ്. ആ സർവീസ് എന്താണ് ചെയ്യുന്നത്, ഡീറ്റെയിൽഡ് നേച്ചറാണ് നമ്മൾ കാണിക്കുന്നത്. ദാറ്റ് ഈസ് 13 ആണെങ്കിൽ ഇവിടെ നമ്പർ അതെന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്, ദ ലീഗൽ ഡോക്യുമെൻറ്റേഷൻ ഫോർ പേറ്റൻറ്റ്. അതാണ് ആ ഒരു ലീഗൽ സർവീസ് ചെയ്യുന്നത്, ലീഗൽ ഡോക്യുമെൻറ്റേഷൻ ഓഫ് പേറ്റൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 10th ക്വസ്റ്റ്യൻ സർവീസ് അക്കൗണ്ടിംഗ് കോഡ് അല്ലെങ്കിൽ SAC ഇൻ GST എന്നത്. 11th ക്വസ്റ്റ്യൻ ആണ് ഹൂ ഈസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഡിഫൈൻഡ് പേഴ്സൺ എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്താൽ നമുക്ക് അണ്ടർ GST എ പേഴ്സൺ ഇൻക്ലൂഡ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വൽ ആവാൻ പേഴ്സൺ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUF അതെന്താണ്, അതൊരു പേഴ്സൺ ഇൻക്ലൂഡ് ആവുന്നതാണ്. എ കമ്പനി, എ ഫേം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ വെദർ ഇൻകോപ്പറേറ്റഡ് ഓർ നോട്ട് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. എന്തായാലും അതെന്താണ്, അതും പേഴ്സൺ തന്നെ വരുന്നതാണ്. അപ്പോൾ ഏതൊക്കെ പറഞ്ഞു, ഒരു ഇൻഡിവിജ്വൽ ആവാം, HUF ആവാം, കമ്പനി ആവാം, ഫേം ആവാം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആവാം, അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ വെദർ ഇൻകോപ്പറേറ്റ്, ചിലപ്പോൾ അത് ഇൻകോപ്പറേറ്റഡ് ആയിരിക്കും അല്ലെങ്കിലും അത് ഇന്ത്യയുടെ അകത്തായാലും പുറത്തായാലും എല്ലാം അതിൽ പേഴ്സൺ എന്ന സംഭവത്തിൽ തന്നെ ഇൻക്ലൂഡ് ആവുന്ന ഒന്നാണ്. ഇതാണ് ഡിഫൈൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എഴുതേണ്ട ആൻസർ. 12th ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ റേറ്റ്സ് ഓഫ് GST. ഇമ്പോർട്ടൻറ്റ് റേറ്റ്സ് ഓഫ് GST നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെയിനായിട്ട് 4 റേറ്റ്സ് ഉള്ളത്. 0 റേറ്റ്, ലോവർ റേറ്റ്, സ്റ്റാൻഡേർഡ് റേറ്റ് ആൻഡ് ഹയർ റേറ്റ്. ഫസ്റ്റ് വൺ ആണ് 0 റേറ്റ് എന്നത്. 0 റേറ്റ് ടാക്സ് ഇസ് എ നിൽ ടാക്സ് ദാറ്റ് ഈസ് അപ്ലൈഡ് ഓൺ ഗുഡ്സ് ഓർ സർവീസസ്. ടാക്സ് റേറ്റ് ഇല്ലാത്ത ഗുഡ്സ് ആൻഡ് സർവീസിനുള്ള വിളിക്കുന്ന പേരാണ് 0 റേറ്റ് ടാക്സ് എന്നത്. 0 റേറ്റഡ് ഐറ്റംസ് ഇൻക്ലൂഡ് മിൽക്ക്, എഗ്, കേർഡ്, അൺപാക്ഡ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സർവീസസ്. അപ്പോൾ എന്താണ്, മിൽക്കിനും എഗ്ഗിനും കേർഡിനും അതുപോലെ തന്നെ അൺപാക്ക് ചെയ്യാത്ത ഫുഡ് ഗ്രെയിൻസ്, അതുപോലെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സർവീസ്, ഇതിനൊന്നും എന്തില്ല, ഒരു GST ടാക്സ് റേറ്റും ഇല്ല. നെക്സ്റ്റ് ആണ് ലോവർ റേറ്റ്. ലോവർ റേറ്റ് എത്രയാണ്, 5% ആണ് ലോവർ റേറ്റ് എന്നത്. ഇതൊക്കെ ഐറ്റംസിലുള്ളതാണ്. ഷുഗർ, ടീ, എഡിബിൾ ഓയിൽ, കോൾ, സ്പൈസസ്, കോട്ടൺ, ഫാബ്രിക്, ഇതിലൊന്നും എന്തില്ല, ഇതിലൊക്കെ ലോവർ റേറ്റാണ് ഉള്ളത്. നെക്സ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് 12%, അതുപോലെ തന്നെ 18%. ഇത് രണ്ടുമാണ് സ്റ്റാൻഡേർഡ് റേറ്റ്സ്. പ്രോസസ്ഡ് ഫുഡ്സ്, ബട്ടർ, മൊബൈൽ ഫോൺ എല്ലാം അത് എന്താണ്, ഒരു 12% വരെയാണ് GST ഫിക്സ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻഡസ്ട്രിയൽ, ഇൻ്റർമീഡിയറി, ടോയ്ലറ്ററീസ്, കമ്പ്യൂട്ടർ, പ്രിൻ്റർ, ഇതിനെല്ലാത്തിനുള്ളത് 18% ആണ്. അപ്പോൾ 12% പറഞ്ഞിട്ടുള്ള ഇതിനൊക്കെയാണ് ബട്ടർ, പ്രോസസ്ഡ് ഫുഡ്, മൊബൈൽ ഫോണിലൊക്കെയാണ് 12%. ഇൻഡസ്ട്രി, ഇൻ്റർമീഡിയറ്റ്സും ക്യാപിറ്റൽ ഗുഡ്സും കമ്പ്യൂട്ടറിനൊക്കെ വരുന്നത്, പ്രിൻ്ററിനൊക്കെ വരുന്നത് 18% ആണ്. നെക്സ്റ്റ് ആണ് ഹയർ റേറ്റ്. ഹയർ റേറ്റ് എന്നത് 28% ആണ്. 28% വെച്ചാൽ വൈറ്റ് ഗുഡ്സിനാണ് 28% വരെ ഹയർ റേറ്റ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ വാഷിംഗ് മെഷീൻ, ഹൈ എൻഡ് മോട്ടോർ സൈക്കിൾസ്, എയർ കണ്ടീഷണർ, റെഫ്രിജറേറ്റർ, സ്മോൾ കാർ, ഇതിനൊക്കെ എന്താണ് ഹയർ റേറ്റ് 28% ആണ് ഈടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് GST. 0 റേറ്റ്, ലോവർ റേറ്റ്, സ്റ്റാൻഡേർഡ് റേറ്റ് ആൻഡ് ഹയർ റേറ്റ്. 0 റേറ്റ് എന്ന് പറയുമ്പോൾ നിൽ റേറ്റ് ആണ്. ലോവർ റേറ്റ് 5%, സ്റ്റാൻഡേർഡ് റേറ്റ് 2 ഉണ്ട്, 12%, 18%. ഹൈ റേറ്റ് എന്നത് 28% ആണ്. ക്ലിയർ ആയല്ലോ. 13th ക്വസ്റ്റ്യൻ ആണ് എന്താണ് സിൻ ടാക്സ് എന്നത്. ടാക്സ് സ്പെസിഫിക്കലി ലീഡ് ഓൺ സർട്ടൻ ഗുഡ്സ് ഡീംഡ് ഹാംഫുൾ ടു സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ ബി ടേംഡ് ആസ് സിൻ ടാക്സ്. നമ്മുടെ സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ചില ഗുഡ്സിന് ടാക്സ് ലീഡ് ചെയ്തിട്ടുള്ള ടാക്സ് ഉണ്ട്. അങ്ങനെയുള്ള ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് സിൻ ടാക്സ് എന്നത്. ഇറ്റ് ഈസ് യൂസ് ഫോർ ടാക്സ് ഓൺ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ കൺസിഡർ സോഷ്യലി അൺഡിസൈറബിൾ. സോഷ്യലി അൺഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ടാക്സിനെ വിളിക്കുന്ന പേരാണ് സിൻ ടാക്സ് എന്നത്. 14th ക്വസ്റ്റ്യൻ ആണ് എന്താണ് സപ്ലൈ എന്നത്. സപ്ലൈ എന്നത് ഇവിടെ കുറേ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള 3 ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ്
സപ്ലൈ ഓൾ ഫോംസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് സച്ച് ആസ് സെയിൽ. സപ്ലൈ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? സെയിൽ ഒരു സപ്ലൈ ആണ്. ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെന്റൽ, ലീസ് ഓർ ഡിസ്പോസൽ മെയ്ഡ് ഓർ എഗ്രീഡ് ടു ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. ഇതെന്തിനു വേണ്ടിയാണ്? ഫോർ എ കൺസിഡറേഷൻ വേണ്ടിയാണെങ്കിൽ ബൈ എ പേഴ്സൺ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് കാര്യത്തിന് വേണ്ടി കൺസിഡറേഷനിലൂടെ നമ്മൾ ഒരു ഗുഡ്സോ സർവീസസോ നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ എല്ലാ ഫോം സപ്ലൈനെ വിളിക്കുന്ന പേരാണ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പറയുമ്പോൾ എന്തൊക്കെ വരാം? സെയിൽ ആവാം, ട്രാൻസ്ഫർ ആവാം, ബാർട്ടർ ആവാം, എക്സ്ചേഞ്ച് ആവാം, ലൈസൻസ്, റെന്റൽ. ഇതിൽ കുറച്ചൊക്കെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേണ്ടത് അതെന്താണ്? ഓൾ ഫോം സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസസ് ഓർ ബോത്ത് സച്ച് ആസ് എന്തൊക്കെ എഴുതാം? സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ എക്സെട്ര എഗ്രീഡ് ടു ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിഡറേഷന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ബൈ എ പേഴ്സൺ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ദ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഇതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ. പിന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോയിന്റാണ് എന്ത്? ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ വെദർ ഓർ നോട്ട് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. എന്തു വരാം? ഇത് മാത്രമല്ല, അത് എന്തുകൂടെ ഉൾപ്പെടുത്താം നമുക്ക്? ഇമ്പോർട്ട് സർവീസസും സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതും എന്തിനു വേണ്ടിയാ? ഫോർ കൺസിഡറേഷൻ ആണെങ്കിൽ അതും എന്താണ്? അതും ഫോർ ദ ഫർദറൻസ് ഓഫ് ബിസിനസ് കാര്യത്തിനായിട്ട് കൺസിഡറേഷന് വേണ്ടി സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സപ്ലൈ എന്ന് തന്നെ വിളിക്കാം. നെക്സ്റ്റ് ആണ് സച്ച് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ അണ്ടർടേക്കൺ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ എ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ലോക്കൽ അതോറിറ്റിയാ. ഒരു സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ലോക്കൽ അതോറിറ്റിയോ അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയോ ട്രാൻസാക്ഷനോ അതെന്തിനു വേണ്ടിയാണ്? ഫോർ എ പബ്ലിക് അതോറിറ്റി എൻഗേജ്ഡ് ആസ് പബ്ലിക് അതോറിറ്റി ആയിട്ടാണ് അവർ എൻഗേജ് ചെയ്തിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റി നമുക്ക് എന്ത് വിളിക്കാം? സപ്ലൈ എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ്? സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അത് ലോക്കൽ അതോറിറ്റിയോ ഏതെങ്കിലും ആക്ടിവിറ്റിയോ ട്രാൻസാക്ഷനോ ചെയ്യുകയാണെങ്കിൽ അതും അവർ എൻഗേജ് ആയിട്ടുള്ള ഒരു പബ്ലിക് അതോറിറ്റി എന്ന രീതിയിലാണെങ്കിൽ അത് നമുക്ക് സപ്ലൈ എന്ന് തന്നെ വിളിക്കാവുന്നതാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്ലൈ. ഫസ്റ്റ് വൺ ആണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ആൻസർ ആണ്. എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന്? നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈയും അതുപോലെ തന്നെ സപ്ലൈ ലൊക്കേഷനും രണ്ടും സെയിം സ്റ്റേറ്റ് തന്നെയാണെങ്കിൽ അതാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലയറും അതുപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈയും രണ്ട് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ രണ്ട് യൂണിയൻ ടെറിട്ടറിയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലോ ഒരു യൂണിയൻ ടെറിട്ടറിയിലോ ആണെങ്കിൽ അതാണ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ സപ്ലയറിൻ്റെ ലൊക്കേഷനും പ്ലേസ് ഓഫ് സപ്ലൈയും രണ്ട് ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ ആയിരിക്കും. നെക്സ്റ്റ് ആണ് കോമ്പോസിറ്റ് സപ്ലൈ. എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ? സപ്ലൈ ഓഫ് ടു ഓർ മോർ ഗുഡ്സ് ഓർ സർവീസസ് ടുഗെദർ. രണ്ടോ അതിൽ കൂടുതൽ സർവീസസ് നമ്മൾ ഒന്നിച്ച് വിൽക്കുകയാണെങ്കിൽ അതാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ നാച്ചുറൽ ബണ്ടിലാണ്. നമുക്കത് എന്ത് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമുക്കത് ഒന്നിച്ച് മാത്രമേ വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് സപ്ലൈ ആണ് കോമ്പോസിറ്റ് സപ്ലൈ. അപ്പോൾ എന്താണ്? ടു ഓർ മോർ ഗുഡ്സ് ഓർ സർവീസസ് ടുഗെദർ ഒന്നിച്ചേക്ക് വിൽക്കുക. അതുപോലെ നാച്ചുറൽ ബണ്ടിലായിരിക്കും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സർവീസ് സപ്ലൈ ആണ് കോമ്പോസിറ്റ് സപ്ലൈ. നെക്സ്റ്റ് ആണ് മിക്സഡ് സപ്ലൈ. നേരത്തെ പറഞ്ഞാൽ ടു ഓർ മോർ ഗുഡ്സ് സർവീസസ് ഒന്നിച്ച് വിൽക്കുന്ന അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ടു ഓർ മോർ ഗുഡ്സ് ടുഗെദർ തന്നെയാണ് മിക്സഡ് സപ്ലൈ. പക്ഷേ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് നാച്ചുറലി ബണ്ടിൽ. വി ക്യാൻ സെൽ ദം സെപ്പറേറ്റ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അതിനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റുന്ന ഒരു സപ്ലൈയാണ് മിക്സഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് കണ്ടിന്യൂസ് സപ്ലൈ. Continuous supply of goods is a supply of goods which is provided or agreed to be provided continuously on recurrent basis under the contract. നമ്മളൊരു കോൺട്രാക്ട് ഏർപ്പെട്ടേക്കാണ്. അവിടെ നമ്മൾ പറയുകയാണ് ഒരു പർട്ടിക്കുലർ ഗുഡ്സ് നമ്മൾ കണ്ടിന്യൂസ് ബേസിസ് സപ്ലൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ റെക്കറിങ് ബേസിസിൽ ഇപ്പോൾ ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിലോ നമ്മളോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരാൻ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ വയർ കണക്ഷന്, ദെൻ കേബിൾ, പൈപ്പ് ലൈൻ ഓർ അതർ കണ്ടക്ട്. ഫോർ സപ്ലയർ ഇൻവോയ്സസ് ദ റെസിപ്പിയൻ ഓൺ എ റെഗുലർ ഓർ പീരിയോഡിക് ബേസിസിലാണ്. നമ്മൾ പീരിയോഡിക് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ അടുത്ത് സർവീസ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസാണ്. ഇതേപോലെ തന്നെ നമ്മൾ സർവീസ് സപ്ലൈ ചെയ്യുക ഓൺ എ കണ്ടിന്യൂസ് അല്ലെങ്കിൽ റെക്കറൻറ്റ് ബേസിസിൽ നമ്മുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഇൻവേർട്ട് സപ്ലൈ. റെസീവ്ഡ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് വെദർ ബൈ പർച്ചേസ്, അക്വിസിഷൻ ഓർ എനി അതർ മീൻ വിത്ത് ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ. നമ്മൾ ഇങ്ങോട്ടേക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയോ അക്യൂർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് കൺസിഡറേഷനോ അല്ലാണ്ട് ആയിക്കോട്ടെ അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഇൻവേർട്ട് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഔട്ട്വേർഡ് സപ്ലൈ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, ലൈക്ക് സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെന്റൽ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണെങ്കിൽ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ റെസിപ്റ്റ് അല്ല സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതാണ് ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ടൈപ്പാണ് എക്സംപ്റ്റ് സപ്ലൈ. എക്സംപ്റ്റ് സപ്ലൈ വെച്ച് കഴിഞ്ഞാൽ ആ സപ്ലൈക്ക് എന്തില്ല?
ടാക്സ് റേറ്റ് ഇല്ല, നിൽ റേറ്റ് ഓഫ് ടാക്സ് ആണെങ്കിൽ അതാണ് എക്സം സപ്ലൈ. നെക്സ്റ്റ് ആണ് സീറോ റേറ്റ് സപ്ലൈ. സെയിം തന്നെയാണ്. എന്താണത്? അത് നമ്മുടെ ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ കേട്ടിട്ടുണ്ടാവും. സെസ് സോണിലേക്കും സെസ് ഡെവലപ്പറിലേക്കൊക്കെ സപ്ലൈ ചെയ്യുമ്പോൾ, അവിടെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തില്ല, അവിടെ സപ്ലൈക്ക് റേറ്റ് ഒന്നുമില്ല, ടാക്സ് റേറ്റ് ഇല്ല. അതാണ് സീറോ റേറ്റഡ് സപ്ലൈ. നോൺ ടാക്സബിൾ സപ്ലൈ എന്താണ്? നോൺ ടാക്സബിൾ സപ്ലൈ ഇൻ ദ സെയിൽ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസസ് വിച്ച് അട്രാക്ട് നിൽ റേറ്റ് ഓഫ് ടാക്സ് ഓർ സിമിലർ ടു എക്സം സപ്ലൈ. എക്സം സപ്ലൈ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഗുഡ്സ് സർവീസ് സെയിൽ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല, അവിടെ ടാക്സ് റേറ്റ് ഉണ്ടാവില്ല. അതാണ് നോൺ ടാക്സബിൾ സപ്ലൈ. എന്നാൽ ടാക്സബിൾ സപ്ലൈ, സപ്ലൈ ഓൺ വിച്ച് ടാക്സ് വിൽ ബി പെയ്ഡ് അണ്ടർ GST. GSTയുടെ കീഴിൽ ടാക്സ് അടയ്ക്കുന്ന സപ്ലൈ ആണ് ടാക്സബിൾ സപ്ലൈ എന്നത്. അപ്പോൾ നമ്മൾ 10 ടൈപ്പ് ഓഫ് സപ്ലൈ ഡിസ്കസ് ചെയ്തൊക്കെയായിരുന്നു. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ, കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, ഇൻവേർട്ട് സപ്ലൈ, ഔട്ട്വേർഡ് സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ, സീറോ റേറ്റഡ് സപ്ലൈ, നോൺ ടാക്സബിൾ സപ്ലൈ ആൻഡ് ടാക്സബിൾ സപ്ലൈ. ഇത്രയും സപ്ലൈ 10 സപ്ലൈകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഈ വീഡിയോയിൽ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. എല്ലാ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് ആണ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദാറ്റ്സ് ഓൾ.